ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഏപ്രിൽ 20, 2026 മാർക്കറ്റ് ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വെറും 11 പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് 24,364 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു. വലിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. വോളറ്റിലിറ്റി ഇന്ന് കൂടുതലായിരുന്നു. പ്രത്യേകിച്ചും US ഇറാൻ പ്രശ്നം വീണ്ടും ലൈംലൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി നമുക്കറിയാം, വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഹോർമൂസ് തുറന്നതാണ്. അപ്പം ഇറാൻ അനുകൂലമായി തീരുമാനമെടുത്തു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ ഉപരോധം അവിടെ തുടരും, ഷിപ്പുകൾ അവിടെ തന്നെ ഉണ്ടാകും, ഇറാനിലേക്ക് പോകുന്ന ഷിപ്പുകൾ വീണ്ടും തടയുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെ കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ പ്രതികരണം വന്നു. ശനിയാഴ്ചയോടുകൂടി ഞങ്ങൾ അടക്കുന്നു, ഹോർമൂസ് വീണ്ടും ഞങ്ങളുടെ കൺട്രോളിലാകുന്നു. അതിനെതിരെ ഇന്ത്യയുടെ ഷിപ്പ്, പെർമിഷൻ എടുത്തിട്ട് പോയ ഷിപ്പിനടക്കം ഫയറിംഗ് വന്നിരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിവരം, ഇന്നലെ രാത്രി ചൈനയിൽ നിന്നും സാധനങ്ങളുമായിട്ട് വരുന്ന വലിയൊരു കാർഗോ ഷിപ്പ് US നേവി ഫയർ ചെയ്തു. എൻജിൻ റൂമുകൾക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അതിനെ എന്നിട്ട് US ആർമി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതോടുകൂടി പ്രശ്നം വീണ്ടും വഷളായി. ഇത് ഒരു ആക്രമണമായിട്ട് ഇറാൻ കണ്ടിരിക്കുന്നു. ഇന്ന് നടക്കാനിരുന്ന ഇസ്ലാമാബാദിലേക്കുള്ള പീസ് ടോക്ക്, സമാധാന ചർച്ചയ്ക്കായിട്ട് ഞങ്ങൾ ആളുകളെ അയക്കില്ല, അതൊരു സമാധാന ചർച്ച എന്ന് പറയുന്നത് ഒരു തമാശ മാത്രമാണ്, US ഇതിൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യവുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിപ്ലോമാറ്റ്സിനെ അയക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ കാര്യമായിട്ടുള്ള ആൾക്കാർ, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ പോകും, JD വാൻസ് അടക്കമുള്ളവർ പോകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇറാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു എൻക്രോച്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. US എന്താണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് സീസ് ഫയറാണ്. അതായത് നാളെ രാത്രി അതുകൾ ബുധനാഴ്ചയോടുകൂടി സീസ് ഫയറിൻ്റെ ഇപ്പോഴത്തെ കാലാവധി തീരും. ആ സീസ് ഫയർ ഇനി എങ്ങോട്ട് നീട്ടുമോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാർക്കറ്റും ആ ഒരു ഇൻഡിസിഷൻ അറിയുന്നില്ല. ഇനി വൈകുന്നേരം വീണ്ടും ട്രംപ് സാധാരണ പോലെ വന്നിട്ട് ഇറാൻ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും അത് ചെയ്യും. കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകുന്നേരത്തോടു കൂടി ട്രംപ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് കമൻറ്റ് നടത്തും. ട്രംപ് ഇറാൻ ഇതാ നെഗോഷിയേഷൻ ടേബിളിൽ വന്നിരിക്കുന്നു, അങ്ങനെയുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കാറുള്ളത്. മാർക്കറ്റ് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് മാർക്കറ്റിന് അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനിയൻ റിസർവ് അറിയുന്നത് ഇനി 15 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിലുകൾ മാത്രമേ ഇറാൻ്റെ പക്കലും ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാന് ഒരേ ഒരു ഓപ്ഷൻ, ഒന്നിക്കൽ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരിക, അല്ലെങ്കിൽ ഈ സീസ് ഫയർ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു വാറിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇനിയും അധിക കാലം പിടിച്ചേക്കാൻ ഇറാന് ഓയിൽ റിസർവിനെ കൊണ്ട് പറ്റുന്നില്ല. അത് വളരെ